നമസ്കാരം, സിബൂസ് മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലീനിങ് നമ്മൾ വീടുകളിൽ തന്നെ ചെയ്തില്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ്. ആ വാഷിംഗ് മെഷീൻ്റെ പ്രോപ്പർ ക്ലീനിങ് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഇൻലെറ്റ് വാൽവ്, അതായത് വാട്ടർ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഈ ഇൻലെറ്റ് വാൽവ് വഴിയാണ്. ടോപ്പ് നമ്മളിങ്ങനെ അഴിച്ചെടുക്കുകയാണ്. ഇവിടെ ഒരു ഫിൽറ്റർ കാണാം. ആ ഫിൽറ്റർ നമ്മളിങ്ങനെ കൈക്ക് പൊക്കിയെടുക്കുക. കൈക്ക് പൊക്കിയെടുത്ത് പോരുന്നില്ലെങ്കിൽ ഈ ഹോൾ വഴി ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് പൊക്കിയെടുക്കുകയോ ഒരു പ്ലെയർ ഇട്ട് പിടിച്ചെടുക്കുകയോ ചെയ്യണം. ഇത് വളരെ നൈസായിട്ടുള്ള ഒരു ഫിൽറ്റർ തന്നെയാണ്. കാരണം ഇതിനകത്തേക്ക് നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രമേ ചെല്ലാവുള്ളൂ. ഇത് നമ്മൾ അഴിച്ചെടുത്ത് ഇടയ്ക്ക് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഇടണം. ഞാനിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, അതുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ചിടണം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ ഇതൊരു സിമ്പിൾ കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ട. കാരണം ഇത് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വെള്ളമെടുക്കുന്ന അളവ് വളരെ കുറവായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന വെള്ളം അരമണിക്കൂർ കൊണ്ടേക്ക് ഇതിനകത്തേക്ക് നിറയാനുള്ള സാധ്യതയുള്ളൂ. ഈ PCB ബോർഡിന് ഏകദേശം 4000-5000 രൂപയോളം വില വരും. ഈ ബോർഡെല്ലാം ഈ ഒരു സിമ്പിൾ കേസ് കൊണ്ട് വരെ ഈ ബോർഡിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് ഈ PCB ബോർഡിന് എൻ്റെ ഫുൾ ഫോം തന്നെ പറയുന്നത്. പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു മാജിക് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ കാണും. നമ്മൾ കമ്പിളി അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് അലക്കുമ്പം അതിൻ്റെ വേസ്റ്റ് കണ്ടമാനം ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ഇത് ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ദീർഘകാല ഉപയോഗം കൊണ്ട് പലപ്പോഴും ഈ പൾസേറ്ററിൻ്റെ ഉൾഭാഗം മൊത്തം ചെളിയായിരിക്കും. ആ ചെളി ഒഴിവാക്കി കളയണമെങ്കിൽ ക്ലീനിങ് ലിക്വിഡ്, ആ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് സ്കെയിൽ ലിക്വിഡ് എന്നൊക്കെ പറയും, ആ ലിക്വിഡ് ഉപയോഗിച്ച് ശരിയായിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വാഷ് ചെയ്ത് നമുക്കിത് കളയുവാണെങ്കിൽ കുറച്ചൊക്കെ പോകും. കുറേ കാലങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്തതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിള്ളി പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അത് കിള്ളി പൊക്കിയെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്കിവിടെ ഈ ലോക്ക് ഇങ്ങനെ പയ്യെ മാറ്റി, ഇതും പയ്യെ മാറ്റിയിട്ട് ഈ സാധനം ഇതിങ്ങനെ പൊക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു കപ്പാണ്. ഈ കപ്പ് പൊക്കിയെടുക്കാം. ഈ കപ്പ് ലോക്കായിട്ട് കിടക്കുന്ന ഈ ഭാഗത്തായാണ്, അതായത് ഈ ഒരു പോർഷനിൽ കാണുന്ന ഈ ലോക്ക്, 2 ലോക്കിൽ മാത്രമാണ് ഇത് പിടിച്ച് കിടക്കുന്നത്. ഇനി നമുക്ക് അഴിച്ചെടുക്കാനുള്ളത് ഈ പൾസേറ്ററിന് മുകളിൽ വേറെ മറ്റൊരു കപ്പ് കിടപ്പുണ്ട്. അതൊരു 3 സ്ക്രൂവിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ 3 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കപ്പ് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്, കണ്ടില്ലേ? ആ 3 സ്ക്രൂവിൽ മാത്രമായിട്ടാണ് ഈ കപ്പ് നിലനിൽക്കുന്നത്. ഇത് അടിയിലോട്ട് പോകുന്ന സ്ക്രൂ ഒന്നുമല്ല, പൾസേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ക്രൂ ആണ്. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൾസേറ്റർ അഴിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു 11 mm ഒരു ബോൾട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പൾസേറ്ററിങ് പോരും. ഇനി നമുക്ക് ഈ ഒരു ബോൾട്ട് അഴിക്കുകയാണ്. എന്നാൽ ചില വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയും ചെറിയ സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുകയൊന്നും വേണ്ട, സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ അഴിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഗ്രീസും കൂടെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ലാസ്റ്റിംഗ് ആയിട്ട് നിന്നുകൊള്ളും. ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. 11 mm ചെറിയൊരു ബോൾട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ പൾസേറ്റർ വലിച്ചിളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ബോൾട്ടുകളും നെട്ടുകളും ഒന്നുമില്ല പൾസേറ്റർ അഴിച്ചെടുക്കാനായിട്ട്. ഇനി ചെയ്യേണ്ട ഏറ്റവും മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസേറ്റർ എടുക്കാനായിട്ട് ടൈറ്റൊക്കെ കാണിക്കും. പയ്യെ വലിച്ച് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെറിയ എൽക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഈ ഹോളിലിട്ട് ഫിറ്റ് ചെയ്തിട്ട് 2 പിടിച്ച് 2 എടുത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പൾസേറ്റർ ഇങ്ങ് പോന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് പൾസേറ്റർ. ഈ പൾസേറ്ററിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഭയങ്കരമായ ചെളിയായിരുന്നു. ഞാനത് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോ പിടിക്കണമെന്ന് ഓർത്തത്. അതുകൊണ്ടാണ് രണ്ടാമത് അഴിച്ച് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇത് സ്ക്വയർ ആയിട്ടുള്ളൊരു പോർഷനാണ്. മുകളിൽ നിന്നാണ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ അടിയിലെ ഭാഗവും കറക്റ്റ് സ്ക്വയറിൻ്റെ സെൻറ്ററിലാണ് ബോൾട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ഗ്രീസ് ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പയ്യെ ഇളക്കി എടുക്കണമെന്ന് പറയുന്നത്. ഇതൊരു മെറ്റൽ പോർഷനാണ്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ നോക്കിയപ്പം മൊത്തം ചെളിയായിരുന്നു. അതെല്ലാം മൊത്തം വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ഇത് ആ സോപ്പ് വെള്ളമൊക്കെ പിന്നീട് നമ്മൾ ഇത് അലക്കുന്ന ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ വെള്ളമെല്ലാം താനെ അങ്ങ് പൊക്കോളും. വേറെ എങ്ങത്തേക്കും വെള്ളം പോവുകയൊന്നുമില്ല.
അതിനെക്കുറിച്ചൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത ശേഷം, ഈ പൾസേറ്റർ ക്ലീൻ ചെയ്തില്ലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെയെല്ലാം മൊത്തം ചെളി, കുറേ ചെളി ഇങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും കുറേ കാലം കഴിയുമ്പോൾ. അത് നമ്മൾ വാഷ് ചെയ്യുന്ന അവസ്ഥയിൽ ആ ചെളി ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് വരാനും ഡ്രസ്സ് വൃത്തിയാകുന്നതിൽ ചെറിയൊരു പോരായ്മയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇത് 2-3 വർഷം കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഇത് മാത്രം. ബാക്കി ഈ ഫിൽറ്ററും ഈ മെയിൻ ടോപ്പിൽ വരുന്ന ഈ ഫിൽറ്ററും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫിൽറ്ററാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് നമുക്ക് തിരിച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഇതാണ് പ്രോപ്പറായിട്ട് വാഷിംഗ് മെഷീൻ്റെ ലൈഫിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഈ പൾസേറ്റർ അഴിച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റ് 2 ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തന്നെ അത് ബാധിക്കും. ഇതുണ്ട്, ഇവിടെ സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്ക്വയർ അതുപോലെ തന്നെ ഇറക്കിയിടുകയാണ്. ഇതാണ് പൾസേറ്റർ എന്ന് പറയുന്നത്. ഈ പൾസേറ്റർ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്താൽ വേറെ നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് സ്ക്വയറായിട്ട്. ഇനിയിപ്പോൾ ബോൾട്ട് ഇട്ടില്ലെങ്കിൽ പോലും ഇത് പൊങ്ങി ഒരിക്കലും പോരത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അതിങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലെ ബോൾട്ട് 11 mm ബോൾട്ടാണ്, അതങ്ങ് ഇടുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ ഇതിന് വരുന്നിരിക്കുന്നത് ഒരു ബോൾട്ടാണ് 11 mm ആണ്. എന്നാൽ മറ്റ് പല വാഷിംഗ് മെഷീനുകൾക്കും ഈ ഭാഗം ചിലപ്പോൾ സ്ക്രൂ മാത്രമായിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയായാലും ഇതേ രീതിയിൽ അഴിച്ച് ഈ പൾസേറ്ററിൻ്റെ അടിഭാഗം നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് മുകളിലത്തെ 2 ഫിൽറ്ററും. ആ ഫിൽറ്റർ ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് അഴിച്ചെടുത്ത ഒരു കപ്പുണ്ട്. ഈ കപ്പ് ഇട്ട് നമ്മളങ്ങോട്ട് ഫിറ്റ് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അഴിച്ചുകൊണ്ട് കേടുവരാനോ അങ്ങനെ ഒന്നും ഉള്ള ഭാഗങ്ങളൊന്നുമില്ല. ഇലക്ട്രിക്കൽ പാർട്സുകളിലോട്ടൊന്നും നമ്മൾ ടച്ച് ചെയ്യുന്നോ ഒന്നുമില്ല. ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. വീട്ടിൽ വെച്ച് എല്ലാവർക്കും ചെയ്യാം. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലെ പോർഷൻ നമുക്ക് ഇടുകയാണ്. ഈ 2 ലോക്കിൽ മാത്രമാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനകത്തേക്ക് ഇത് ഭാഗം വന്നിട്ട് ആ ലോക്കിൽ തെളിക്കിനെ കടിച്ച് കിടക്കുകയുള്ളൂ. വെറുതെ ഞെക്കി ഇതേ അത്രേ ഉള്ളൂ. ഇനി പോരല്ല, ഇതിങ്ങനെ ഇളകി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ടോപ്പ് അടയ്ക്കാനുള്ള അതും ലോക്കിൽ കണ്ടോ, ഈ ലോക്കിൽ അതും സിമ്പിളായിട്ട് അതും ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഇടുമ്പോൾ ഈ വെട്ടിൽ ഇട്ടിട്ട് വേണം അതിൻ്റെ പൊസിഷൻ ക്ലിയർ ചെയ്യുന്നതാണ്. ഇട്ടിട്ട് 2 ലോക്കുമായിട്ട് ഞെക്കി അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റ് പലവിധ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.